2-3 ദിവസം എന്തായാലും മഴയുണ്ടാകും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കനത്ത മഴയെ തുടർന്ന് മുൻകരുതൽ നടപടികളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആമിരാത്ത് പർവ്വതപാത താൽക്കാലികമായിട്ട് അടച്ചിട്ടുള്ളതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ സുരക്ഷാ മുൻകരുതലുകൾ ഒക്കെയും കണക്കിലെടുത്തിട്ടാണ് ഇത്തരത്തിൽ റോഡുകൾ അടച്ചിട്ടുള്ളത്. ഇവിടെ 1-2 റോഡുകൾ സമീപ പ്രദേശത്ത് അടച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെയൊക്കെയും സാരമായിട്ടുള്ള മഴ ഒമാനിലുണ്ടായിരുന്നു. കാര്യമായി മഴ പെയ്തിട്ടുണ്ട്. വൈകിട്ടും മഴ പെയ്തിട്ടുണ്ട്. ഈ മുസന്തം, ഒപ്പം തന്നെ ബുറൈമി, വടക്കൻ ബാത്തിന, ദാഹിറ, ബുറൈമി, ദാഹിറ, ദാക്കിലിയ, വടക്കൻ ബാത്തിന, തെക്കൻ ബാത്തിന തുടങ്ങിയ സ്ഥലങ്ങൾ, ഈ ഒരു 2 സ്ഥലപ്പേരുകൾ പല മേഖലകളിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരേ പേരിൽ അങ്ങനെ ആ നിലയിലൊക്കെയും ഈ പ്രദേശങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റോഡുകളിലൊക്കെയും സാരമായിട്ട് വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റോഡ് അടച്ചിട്ടുള്ളതും. മാത്രമല്ല, ഈ 2 ദിവസം കൂടി മഴ പെയ്യുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വിവിധ ഗവൺമെന്റുകൾ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രങ്ങൾ അവിടെയുള്ള ആ രാഷ്ട്രത്തിലെ പൗരന്മാർക്ക് കൂടി വലിയ മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ സാരമായി തന്നെ മഴയുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ വാദികളൊക്കെയും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതുകൂടി ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ എടുക്കണം. യാത്രക്കാർ കൃത്യമായി തന്നെ നിയമം പാലിക്കണം എന്നതടക്കമുള്ള ഒരു സന്ദേശം നൽകുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് നേരത്തെ ഈ ദേശീയ മൾട്ടി ഹസാർഡസ് എയർലി വാർണിംഗ് സെന്റർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്.